ദൈവവചനത്തിൽ വിശേഷാൽ പഴയ നിയമത്തിൽ 3 തരത്തിലുള്ള അഭിഷേകങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, പുരോഹിതന്മാരുടെ അഭിഷേകം. പുരോഹിതന്മാരുടെ അഭിഷേകം ദൈവത്തിനും മനുഷ്യനും മധ്യേ നിന്നുകൊണ്ട് മനുഷ്യരുടെ കാര്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക എന്നതാണ്. 2, പ്രവാചകന്മാരുടെ അഭിഷേകം. ദൈവത്തിനും മനുഷ്യനും മധ്യേ നിന്നുകൊണ്ട് ദൈവം കൊടുക്കുന്ന ആലോചനകൾ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ച് ജനത്തിൻ്റെ അഭിവൃദ്ധിക്കായി തെറ്റുതിരുത്തേണ്ടതിനായി പറയുന്നതാണ്. 3, രാജാക്കന്മാരുടെ അഭിഷേകം. വഴിതെറ്റി നടക്കുന്ന ജനത്തെ മറ്റ് ജാതികളിൽ നിന്ന്, മറ്റ് ജാതികമാകുന്ന പശ്ചാത്തലങ്ങളിൽ നിന്നും വിടുവിച്ച് നല്ല രീതിയിൽ രാജ്യഭരണം നടത്തി ക്രമവും ചന്തവും ഉചിതവുമായി ജനത്തെ നയിക്കേണ്ടതിനായി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്ന ലീഡറാണ് രാജാവ്. രാജാവിൻ്റെ ഉദ്ദേശം പ്രധാനമായി രാജ്യത്തെ വിശ്വസ്തതയിൽ നയിക്കുക എന്നതാണ്. ശൗലിനെ ദൈവം രാജാവായി അഭിഷേകം ചെയ്തു. അപ്പോൾ ദൈവവചനം നാം കാണുമ്പോൾ വിശേഷാൽ ദൈവിക അഭിഷേകങ്ങൾക്ക് പ്രത്യേകമാകുന്ന പദവിയും ദൗത്യവും നൽകിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ദൈവം രാജാതിരാജാവും കർത്താവും ആണ് എന്ന് നമുക്ക് കാണാം. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു: അവൻ നിങ്ങളെ രാജാക്കന്മാരായും പുരോഹിതന്മാരായും സ്വന്തം ജനമായും അഭിഷേകം ചെയ്യുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ദൗത്യമുണ്ട്. അതെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവിക പ്ലാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവിക അധികാരമുണ്ട്. ഈ അധികാരങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നാം മുൻപോട്ട് പോകുക എന്നത് ദൈവവചനപ്രകാരം പ്രാധാന്യമുള്ള വിഷയമാണ്. 8-ാം സങ്കീർത്തനം 4-5 വാക്യം: മർത്തിനെ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്നു മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അതെ, തേജസ്സും ബഹുമാനവും അണിയിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വസ്തരായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, അഭിഷേകങ്ങൾ വിശ്വസ്തയോടെ ചെയ്ത് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.